ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പോടാ. അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ ആരാണെന്ന്. രാവിലെ എന്നെ കൊറേ അമ്മമാരങ്ങ് ഇറങ്ങിക്കോളും. എന്തിനോ എന്തോ. ഹലോ ഹലോ, ലേഡീസ് ഹോസ്റ്റലാണ്. ഈ 101 താമസിക്കുന്ന സിനിയുടെ നമ്പർ ഒന്ന് തരാവോ? അങ്ങനെ ഇവിടെ താമസിക്കുന്ന ആരെ നമ്പർ ഞങ്ങൾ അങ്ങനെ അന്യർക്ക് കൊടുക്കാറില്ല. അല്ല താനാരാ? ഞാൻ അവക്കടെ ഭർത്താവാ. നിങ്ങളെ ആരെങ്കിലും വിളിച്ച അവളെ നമ്പർ ചോദിച്ചാ കൊടുക്കുവോന്നറിയാൻ വേണ്ടി വിളിച്ചത്. എന്തായാലും ഓക്കെ, മൈ മിസ്റ്റേക്ക്. വാർഡൻ ആർക്കും നമ്പർ കൊടുത്ത് കളയല്ലേ. അവന്റെ സംശയം സഹിക്കാതെയാണ് അവൾ ഈ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നത്. എന്നാലും ഇവന്മാരൊന്നും അവക്കിതിന് സ്വൈരം കൊടുക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമെന്ന് പറയടേ. ഇന്ന് ഇതിനൊക്കെ ആ പുതിയ സെക്യൂരിറ്റി വരുമ്പോ പരിഹാരം ഉണ്ടാവും. ഇനി ആ സെക്യൂരിറ്റി ഞാൻ ഇവിടെ പോയി തപ്പോ എന്തോ. ഇനി അങ്ങനെ ഞാൻ ഇനി തപ്പണേണ് അടുത്ത എന്റെ ടാസ്ക്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ. എടോ തന്റെ ആന്തത്തിൽ കാര്യം പറയടോ അങ്ങോട്ട്. എടോ താൻ എവിടെയാ? ഞാൻ ഇവിടെ ഒറ്റപ്പാലം ജംഗ്ഷനിൽ എത്തി കേട്ടോ. ജംഗ്ഷനിൽ എവിടെ? ജംഗ്ഷനിൽ ഇവിടെ ഒരു BA കാരി എന്ന് പറഞ്ഞ കടയുടെ മുന്നിലുണ്ട്. കട? അത് ഏത് കട? ഒരു പച്ച കളർ പെയിന്റ് അടിച്ച വെള്ള ബോർഡിൽ BA കാരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എടോ അത് ബേക്കറി. പൊന്നു ദൈവമേ, മാഡത്തിന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു. പിന്നെ ആ ബേക്കറി കഴിയുമ്പോ ഇടത്തോട്ടൊരു വഴി പോണുണ്ടാ? കണ്ട് വഴിയിലോട്ട് വാ. വഴിയുടെ സൈഡിൽ ഞാൻ നിപ്പുണ്ട്. വഴിയുടെ സൈഡിൽ വന്ന് നിൽക്കാൻ മാഡം എന്തൊരു പോസ്റ്റാ? താൻ വരുന്നത് വരെ ഞാൻ പോസ്റ്റാ. അല്ല താൻ ആരാ? എന്നെ മനസ്സിലായില്ലേ? പുതുതായിട്ട് വന്ന സെക്യൂരിറ്റി പ്രേംചന്ദ്. നിന്റെ ട്രൂ കോളറിൽ കിടന്ന പ്രേമേന്ദ്രനാണല്ലേ? ലേഡീസ് ഹോസ്റ്റലിലെ സെക്യൂരിറ്റി അല്ലേ ഞാൻ? അതെ. പേരിൽ പോലും ഒരു പ്രേമം ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രേമേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി പ്രേംചന്ദ് എന്നാക്കിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടേ. ഡോണ്ട് ടച്ച്. വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചോ. അല്ല, കട്ടപ്പെട്ട് കിട്ടിയ ജോലി ആ കൊണ്ട് കളയരുതെന്ന്. ഞാനായിട്ട് കളയൊന്നുമല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഇതിനു മുമ്പ് താൻ എവിടെയാണ് നിന്നത്? വരുന്ന വഴിക്ക് KSRTC ബസ്സിൽ സീറ്റ് കിട്ടിയില്ല, നിന്നാണ് വന്നത്. എടോ താൻ ബസ്സിൽ നിന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പേ ജോലി എവിടെയാണ് നോക്കിയതെന്ന്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ജോലി നോക്കി, പക്ഷെ ഇവിടെയാണ് ജോലി കിട്ടിയത്. അതെന്തായാലും നന്നായി കേട്ടോ. പിന്നെ താനും മുമ്പേ എന്തായിരുന്നു? എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ നാട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടത്തിന് എന്റെ അടുത്ത് വരും. പുളക്കോരനായിരുന്നോ? അയ്യോ അതല്ലെന്ന്. പിന്നെ എനിക്ക് കടത്തായിരുന്നു ജോലി. അതായത് ഈ വഞ്ചേരി കയറ്റി അക്കരയിൽ ഒരാളെ ഇക്കരയ്ക്കും ഇക്കരയിൽ ഒരാളെ അക്കരയ്ക്കും കൊണ്ടുപോകത്തില്ലേ, അതാണ് കടത്ത്. അതായിരുന്നു എന്റെ ജോലി. എടോ തനിക്ക് സ്ത്രീകളെ നോക്കി ശീലമുണ്ടോ? പിന്നെ വള്ളക്കടവിൽ എനിക്ക് എന്തായിരുന്നു പണി? അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ വേണം. പെങ്ങളുമാരെ അമ്മമാരെയൊക്കെ ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റിയല്ലേ അക്കരെ ഇക്കരെ അക്കരെ ഇക്കരെ കൊണ്ടുപോണത്. അതാണ് പറഞ്ഞത് കേട്ടാ. അതെന്തായാലും നല്ല ശീലമാണ്. എന്തായാലും താൻ പോയി ഈ ഹോസ്റ്റലിലെ പരിസരമൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വാ. ഞാൻ പോയി കണ്ടിട്ട് തരാമേ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഇതാര്? റോസിയാ? തന്നെ ശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വെളിയിൽ ഇറങ്ങിയ കമന്റ് അടിയും ബഹളവും. റോസി ഒരു കാര്യം ശ്രദ്ധിക്കണം. റോസി ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയ്ക്ക് പൂവാലമാരെ ശല്യം കൂടിയത്. മാഡം പറഞ്ഞു വരുന്നത് ഞാനാണ് ഇവിടുത്തെ ശല്യം എന്നല്ലേ? അയ്യോ അങ്ങനെയല്ല. ഇത്രയും നാൾ ഇവിടെ ഇല്ലാതിരുന്ന പ്രശ്നം ഒരാള് വന്നതിന് ശേഷം തുടങ്ങണമെങ്കിൽ പിന്നെ എന്താണ് കാരണം? അത് ഇത്രയും നാൾ ആ ശല്യം ഇല്ലായിരുന്നു മാഡം. ഇപ്പം എന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും എല്ലാരും എന്റെ പുറകെ നടക്കണത്. സൗന്ദര്യം നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, പിന്നെ ശത്രുത. ശത്രുതയാ? അതെ ശത്രുത. നോ സെക്യൂരിറ്റി ലൈഫ് എന്ന സിനിമയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം അവര് നായികയുടെ പിന്നാലെ ഇങ്ങനെ കൂവലും ഒക്കെ ആയിട്ട് നടക്കും. നായിക അത് മൈൻഡ് ചെയ്യില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവര് ഹോസ്റ്റലിൽ കയറി തലക്കടിച്ചാൽ കൊന്ന്. റിലാക്സ് ആവ് റോസി. ഞാനല്ലേ ഇവിടെ വാർഡനായിട്ട് നിൽക്കണേ. അപ്പൊ റോസിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കൂല. പക്ഷെ ജോലിക്ക് പോകുമ്പോ സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ചിലപ്പോ ജോലിക്ക് പോകുമ്പോ അവര് തട്ടിന്ന് വരും, ജോലി കഴിഞ്ഞ് വരുമ്പോഴും അവര് തട്ടിന്ന് വരും. മനസ്സിനെ പേടിപ്പിക്കല്ലേ? അയ്യോ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല. ഹോസ്റ്റൽ ലൈഫ് എന്ന നോവലിൽ ഇങ്ങനെയാണ്. ഒരു കാരണവും ഇല്ലാതെ നായിക എങ്ങ് കൊല്ലും. എന്തിനോ എന്തോ. അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ വേണം.
പ്രൊട്ടക്ഷൻ നമുക്ക് സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി വേണം, സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ മൊത്തം തീരുമല്ലോ. അപ്പോ ഞാൻ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി വരുന്നോണ്ടേ സ്ഥിരം തരുന്ന വാടകയുടെ കൂട്ടത്തിൽ 1000 രൂപ കൂട്ടിത്തരണം. 1000 രൂപ വേണമെങ്കിൽ അതങ്ങ് ആദ്യമേ പറഞ്ഞുകൂടെയായിരുന്ന. എന്തിനാണ് മനുഷ്യന്റെ ജീവൻ വെച്ച് കഥ ഉണ്ടാക്കണത്? ഈ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന്റെ കഥ ഇപ്പൊ തീർന്നേനെ. പിന്നെ റോസി, ഞാൻ കൊറേ ദിവസമായിട്ട് റോസിയുടെ അടുത്ത് ചോദിക്കണോന്ന് വിചാരിക്കുകയാണ്. റോസ് എന്തിനാണ് ഈ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നത്? സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഏതൊരു പെണ്ണിനും ആഗ്രഹം കാണൂലേ മാഡം? അതിന് ഈ ഹോസ്റ്റലിൽ വന്ന് നിൽക്കണോ? ചെരിപ്പൂരിച്ചെങ്കിൽ നിന്നാ പോരെ, സ്വന്തം കാര്യം നിൽക്കാൻ പറ്റൂലേ? വാദനാണോ പത്രത്തിൽ ഫലിത ബിന്ദുങ്ങളൊക്കെ എഴുതുന്നത്? അല്ല, ഇത് ഇതുപോലത്തെ തമാശകളൊക്കെ അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാഡം കണ്ടാ? ഓ കണ്ട് കണ്ട് കണ്ട്. എന്താ ഇവിടെ? കണ്ണ് കാണാമല്ലേ ലേഡീസ് ഹോസ്റ്റൽ. അതല്ല, താൻ എന്താ ഇവിടെന്ന്? ലേഡീസ് ഹോസ്റ്റലിലെ പുതിയ സെക്യൂരിറ്റി. എന്താണ് ഉദ്ദേശം? ജോലിക്ക് വന്നതാണ്. റോസിക്ക് ഇയാൾ അറിയാമോ? അറിയാം. ഇയാള് അലൂലു ഉലൂലു ഉലൂലു അലൂലു അലൂലു. എന്താ? ഇയാള് അലൂലു ഉലൂലു ഉലൂലു അലൂലു അലൂലു. ഗൂഗിൾ പ്ലീസ് ട്രാൻസ്ലേറ്റ്. അലൂലു കുലൂലു കുലൂലു അലൂലു അലൂലു കുലൂലു കുലൂലു അലൂലു. എന്തൊരു ഭാഷ വണ്ണേ ഇത്? മാഡത്തിന് മനസ്സിലായില്ലേ? എന്നെ നിരന്തരം ഉപദ്രവിച്ച വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ ഭർത്താവ് അത് ഇയാളാണ് മാഡം. എനിക്കെന്നെ തെറ്റ് മനസ്സിലായി. നീ ഇല്ലാതെ എനിക്ക് പറ്റൂല റോസി. ഞാനില്ലാതെ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളെ പറ്റി ഞാൻ വരണോന്ന് നിങ്ങൾക്കറിയാം. ഉദ്ദേശിച്ചത് എന്റെ പറ്റി തീരാ നീ വരണോന്നല്ലേ? അത് തന്നെ. മനസ്സിലായി. അതെ, അവളടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ എന്തിനു പറഞ്ഞു മനസ്സിലാക്കണം? നിങ്ങളങ്ങ് പറഞ്ഞാ പോരെ. താൻ തന്റെ കുടുംബക്കാരുടെ വാക്ക് കേട്ട്. കുടുംബക്കാരെന്ന് നീ പറയരുത്. മാഡത്തിനറിയാമോ, ഓ എന്തേ? പ്രായത്തിന് മൂത്തവരുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചു. ഇവള് കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞാ ഇവര് വിചാരിക്കും ഞാൻ ഏതോ വലിയ കുടുംബത്തിൽ പറഞ്ഞതാണെന്ന്. എടാ, ആരെന്തൊരു പറഞ്ഞാടാ നിന്റെ അടുത്ത്? എന്റെ മുത്തശ്ശന്റെ മകന്റെ ഭാര്യ എന്റെ അടുത്ത് എന്തരൊക്കെ പറഞ്ഞു. മുത്തശ്ശന്റെ മകന്റെ ഭാര്യ? ഈ അമ്മ പറഞ്ഞെന്ന്. തന്റെ അമ്മ പറഞ്ഞെന്നങ്ങ് പറഞ്ഞാ പോരെ. തന്റെ മകന്റെ ഭാര്യ 10 മാസം ചുമന്ന് പറ്റ അമ്മ ഡയറക്റ്റ് കുറ്റം പറയണ ശരിയാണ്? അത് അല്ല. അതാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ വിഷയം? എന്റെ അളിയന്റെ പെങ്ങളുടെ സ്വഭാവം ഒട്ടും കൊള്ളൂല. അതിന് ഇവളെന്തിനു ചെയ്തതാ? അത് ഞാനാണ് മാഡം. ഭാര്യ നിങ്ങൾ പറഞ്ഞാ പോരെ. അവളെ ഡയറക്റ്റ് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ ഇൻഡയറക്റ്റ് ആയിട്ട് കാച്ചിയത്. ചേട്ടാ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻഡയറക്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള മുഖത്ത് നോക്കി ഞാൻ പറയുള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ നിങ്ങളുടെ വിഷയം എന്താണ്? സത്യം പറ. ഇത് മാഡം, കയ്യിൽ 10ന്റെ പൈസയുമില്ല, പോവാനാണെ ജോലിയുമില്ല. ആ സമയത്ത് ചിക്കൻ വേണോന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കി മാഡം. എന്തൊരു റോസി ഞാൻ ഈ കേക്കണ്? ഒരാളെ പൈസ ഒന്നും ഇല്ലാതിരിക്കണ സമയത്താണ് നീ ഇങ്ങനെ ചിക്കൻ കറി വേണോന്നൊക്കെ പറയേണ്ടത്? അവളല്ല അടി ഉണ്ടാക്കിയത്, ഞാനാ വാശി പിടിച്ചേ. അതിന്റെ പേരില അവള് വീട് വിട്ടിറങ്ങി പോയത് മാഡം. നിങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. നിങ്ങൾ ആ കവലെ കിടന്ന് സുഖമായിട്ട് അടി ഉണ്ടാക്കിയില്ലേ? പറഞ്ഞ കേട്ടാ, കവലെ കിടന്ന് സുഖമായിട്ട് അടി ഉണ്ടാക്കിയെന്ന്. അടി ഉണ്ടാക്കണ വേദന എന്ന് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മാഡം. എന്തൊരു വേദന എന്നറിയാമോ ഒരു ഇടിയൊക്കെ കിട്ടുമ്പോ? ഓ, സുഖമായിട്ട് അടി ഉണ്ടാക്കിയെന്നല്ല, സുഖമായിട്ട് അടി ഉണ്ടാക്കിയതല്ലേന്ന്. അത് പിന്നെ ഒരൊറ്റ തവണ ഞാൻ അടി ഉണ്ടാക്കിയിട്ട്. ഒറ്റ തവണയെന്ന് മാഡം. എന്റെ മാമന്റെ ലോട്ടറി ആളെടുത്ത് അത് അടിച്ചില്ലെന്ന് പറഞ്ഞ് കവലെ കൊണ്ടിട്ട് എന്റെ മാമൻ ചന്നം പിന്നെ അടിച്ച മാഡം. അത് പിന്നെ എവളെ മാമൻ തന്നെ പറഞ്ഞ് ലോട്ടറി എടുത്താ അടി നടക്കൊന്നു. എന്നാലും ലോട്ടറി അടി നടന്നില്ല. അപ്പൊ ഇവളെ മാമന്റെ വാക്ക് നമ്മൾ പാലിക്കണ്ടേ? അതുകൊണ്ട് ഞാനും മാമനായിട്ട് അടി നടന്നു. മാഡത്തിനറിയാം, എന്റെ സിറ്റുവേഷൻ കാരണം ഞാൻ ഇപ്പൊ ഈ ജോലി ചെയ്യണം. എന്ത് സിറ്റുവേഷൻ? എനിക്ക് നിന്നെ കാണാതെ പറ്റൂലടി. ഇല്ലാതെ ഞാൻ ഈ മെനകെട്ട സ്ഥലത്ത് അല്ല, മെനക്കേടെടുത്ത് ഈ ജോലിക്ക് ഞാൻ വരുമായിരുന്നു. ഇല്ല, അതാണ് മാഡം. മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി, നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായി. നമുക്ക് നമ്മുടെ തെറ്റ് തിരുത്താം. എവിടെ കയറി അങ്ങ് പോണ്? മാഡം, അവളടുത്ത് ഒന്ന് പറ മാഡം. ഞാൻ ഇനി അവളെ കുറ്റപ്പെടുത്തേ ഇല്ല. ഒന്ന് ഞാൻ പറയാം. പറ മക്കളെ റോസി, അവന് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം. അത്രമാത്രം നീ ഒന്ന് ക്ഷമിക്കേ. മാഡം പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ച്. റോസി, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാ. എവിടെ പോണ്? പോവാനൊന്നും പറ്റൂല. താനായിട്ടല്ലേ ഇവിടെ സെക്യൂരിറ്റി ജോലി വേണമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര പൂവാലമാരെ ശല്യമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് താൻ ഇവിടെ നിന്നേ പറ്റൂ. മാഡം, അവൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ പൂവാലമാലും ഒന്നും കാണത്തില്ല മാഡം. അതെങ്ങനെ നിനക്ക്? അത് പിന്നെ അവള് വീട് വിട്ട് ഇറങ്ങി ലേഡീസ് ഹോസ്റ്റലിൽ വന്നല്ലോ. അതെ,
അന്നേരം ഞാൻ എന്റെ കൂട്ടുകാരെ വെച്ചാണ് ഈ കമന്റ് അടിക്കുകയും പൂവാലമാല പോലെ കൂപ്പിക്കൊക്കെ ചെയ്തത്. ഇങ്ങനെ കൂമ്പല്ലേ നിങ്ങൾക്ക് ശല്യം കൂടുള്ളൂ. എന്നാലല്ലേ നിങ്ങൾ സെക്യൂരിറ്റി വെക്കുള്ളൂ. എങ്കിലല്ലേ എനിക്ക് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗ്യാപ്പിൽ എനിക്ക് അവളെ കാണുകയും ചെയ്യാലോ. അത്രയ്ക്ക് ഇഷ്ടമാണ് മാഡം എനിക്ക് അവളെ. എന്തായാലും കഷ്ടപ്പെട്ട് സെക്യൂരിറ്റി ജോലി കിട്ടിയതല്ലേ, ഇനി ആ ജോലി അങ്ങ് ചെയ്തേ. അപ്പൊ നീയോ? ഞാൻ ഇവിടെ ജോലി ചെയ്യും. എന്നാ ഓക്കെ. Kannan Devi Group presents West Zone Flowers Aka Ponnonakazha 2025.